പ്രിയമുള്ള കുട്ടികളെ, അടിസ്ഥാന ശാസ്ത്രം ബേസിക് സയൻസ് 4-ാം പാഠത്തിലേക്ക് നാം കടക്കുകയാണ്. ചലനത്തിനൊപ്പം എലോങ് വിത്ത് മോഷൻ എന്നതാണ് ഈ പാഠത്തിൻ്റെ പേര്. വ്യത്യസ്ത തരത്തിലുള്ള ചലനങ്ങളെക്കുറിച്ചാണ് ഈ പാഠത്തിൽ നാം ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടും നോക്കിക്കഴിഞ്ഞാൽ എവിടെയും ചലനമാണ് കാണാനായിട്ട് സാധിക്കുക. ചലനമില്ലാത്ത വസ്തുക്കൾ ഒന്നും തന്നെ ഇല്ല എന്ന് പറയുവാനായി സാധിക്കും. പ്രത്യക്ഷത്തിൽ നമുക്ക് നിശ്ചലമായി തോന്നുന്ന വസ്തുക്കൾ പോലും ചലിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് എന്ന് വലിയ ക്ലാസ്സിലുള്ള ഫിസിക്സിൽ നിങ്ങൾ പഠിക്കും. നിശ്ചലമായിരിക്കുന്ന ഒരു മേശയിൽ പോലും അത് നിർമ്മിച്ചിരിക്കുന്ന അതിസൂക്ഷ്മ കണികകൾ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് വേണ്ട, നാം നിശ്ചലമാണ് എന്ന് തോന്നുന്ന ഭൂമിയും ഭൂമിയോടൊപ്പം അതിലുള്ള എല്ലാ വസ്തുക്കളും അതിവേഗത്തിൽ ചലിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും നിരന്തരമായി ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചലനത്തിൻ്റെ ചില പ്രത്യേകതകളാണ് ഈ പാഠത്തിൽ നാം ചർച്ച ചെയ്യുന്നത്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഭൂമി ചലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന്. ഭൂമിയുടെ വേഗത എന്തുമാത്രമാണ്? ഭൂമി സ്വയം തിരിയുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്ത് മണിക്കൂറിൽ ഏതാണ്ട് 1667 കിലോമീറ്റർ വേഗത്തിലാണ്. ഏറ്റവും സ്പീഡിൽ പോകുന്ന റേസിംഗ് കാറുകൾ പോലും 300-400 കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ ഭൂമിയുടെ ഈ തിരിച്ചിലിൻ്റെ വേഗത എന്തുമാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഭൂമി സൂര്യനെ ചുറ്റുന്നത് നോക്കിയാലോ, മണിക്കൂറിൽ ഏതാണ്ട് 1,06,000 കിലോമീറ്റർ വേഗത്തിലാണ്. നമുക്ക് ഊഹിക്കാൻ സാധിക്കാത്തത്രയും വേഗതയിലാണ് ഭൂമി സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭൂമിയിൽ നാം കാണുന്ന വസ്തുക്കളൊക്കെയും ഭൂമിയോടുകൂടി ചലിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അതുകൊണ്ട് തന്നെ എല്ലാ വസ്തുക്കളും ചലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ചലനം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ ഒരു അടിസ്ഥാന തത്വമാണ്. ചലനങ്ങളെ നമുക്ക് പല രീതിയിൽ തരംതിരിക്കാനായി സാധിക്കും. അതിലൊന്നാണ് വേഗത കൂടിയ ചലനങ്ങളും വേഗത കുറഞ്ഞ ചലനങ്ങളും. പലതരത്തിലുള്ള വേഗതയിൽ നടക്കുന്ന ചലനങ്ങളെ നമുക്ക് പരിചയമുണ്ടായിരിക്കാം. ഉദാഹരണമായി, ഒരു എയ്റോപ്ലെയിൻ്റെ സഞ്ചാരം വളരെ വേഗത്തിലുള്ള ഒരു ചലനമാണ്. എന്നാൽ ചില ചലനങ്ങൾ, ഒച്ച ഇഴയുന്നത്, അത് വളരെ വേഗത കുറഞ്ഞ ഒരു ചലനമാണ്. അപ്പോൾ ചലനങ്ങളെ നമുക്ക് വേഗത കൂടിയ ചലനമെന്നും വേഗത കുറഞ്ഞ ചലനമെന്നും രണ്ടായി തരംതിരിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനം നൽകുകയാണ്. ഏറ്റവും വേഗത കുറഞ്ഞ ചലനങ്ങൾക്ക് 10 ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതുക. ഞാൻ നേരത്തെ പറഞ്ഞ ഒച്ചിൻ്റെ ചലനം ഒരു ഉദാഹരണമായിട്ട് എഴുതാം. മറ്റെന്തൊക്കെ ഉദാഹരണങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കും? ഒരു പൂവ് വിരിയുന്നത്, ഒരു ചെടി വളരുന്നത്, അരി വെന്ത് ചോറാകുന്നത് ഒക്കെ വേഗത കുറഞ്ഞ ചില ചലനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഈ ചലനങ്ങൾക്കൊന്നും നമുക്ക് നേരിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ 10 ഉദാഹരണങ്ങൾ കണ്ടെത്തി നിങ്ങൾ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതണം. രണ്ടാമത്തെ പ്രവർത്തനം, ഏറ്റവും വേഗത കൂടിയ ചലനങ്ങൾക്ക് 10 ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതുക എന്നുള്ളതാണ്. വേഗത കൂടിയ ചലനങ്ങളെക്കുറിച്ച് ആലോചിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കണ്ടെത്താൻ സാധിക്കും? എയ്റോപ്ലെയിൻ ചലിക്കുന്നത്, ഒരു ട്രെയിനിൻ്റെ ചലനം, റേസിംഗ് കാറിൻ്റെ ചലനം, റോക്കറ്റിൻ്റെ ചലനം, അങ്ങനെ ധാരാളം ചലനങ്ങൾ വേഗത കൂടിയ ചലനങ്ങൾക്ക് ഉദാഹരണമായി കണ്ടെത്താനായിട്ട് സാധിക്കും. അത്തരത്തിൽ വേഗത കൂടിയ ചലനങ്ങൾക്ക് 10 ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതുക. അതിനുശേഷം അടുത്ത ക്ലാസ്സിൽ ചലനങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് തത്വങ്ങളും മറ്റുള്ള പ്രത്യേകതകളും നമുക്ക് കാണാം. താങ്ക് യു.